ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നവംബർ 22 മുതൽ 30 വരെ ആഫ്രിക്കയിൽ റുവാണ്ട എന്നൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ അവിടെ അവർ പറയുന്ന ഒരു കാര്യം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറയാം. അവരിങ്ങനെ ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് ഈസ് ഗുഡ് എന്ന് പറയും. ഗോഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞേ. ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഗുഡ്. അപ്പോൾ അത് ഞാൻ പറയാം, നിങ്ങൾ പറയേണ്ടത് ഓൾ ദ ടൈം എന്നാണ്. ഓൾ ദ ടൈം. ഗോഡ് ഈസ് ഗുഡ്. അപ്പം ഞാൻ പറയും ഓൾ ദ ടൈം. അപ്പം വണ്ടർഫുൾ. ഒന്ന് കൈ അടിച്ച് കർത്താവിന് നന്ദി പറയും. അതായത് അത് നല്ലതാണത് അല്ലേ? അത് കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവൻ. ഇത്രയല്ല, ഇത് കഴിയുമ്പോൾ അവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നന്നായിട്ട് കൈയടിക്കും. ഇത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനോട് ചെയ്യണം. ഇപ്പം നമ്മൾ ആഫ്രിക്കക്കാരായിട്ട് മാറും. അപ്പോൾ പറഞ്ഞാലോ? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, ഹല്ലേലൂയ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ആഫ്രിക്കക്കാരായി മാറിയിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നമുക്ക് ആഫ്രിക്കയിലെ സഹോദരങ്ങളോട് ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉഷാറാവാൻ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അത് ആഫ്രിക്കയിലുള്ളതല്ല, അത് ഇന്ത്യയിലുള്ളതാണ്. അതായത് ഞാൻ സങ്കീർത്തനങ്ങൾ 47:1 വായിച്ചിട്ട് പറയാം. സങ്കീർത്തനങ്ങൾ 47:1. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ഞാൻ പറഞ്ഞു തരാം, ആവർത്തിക്കുക. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാം. ജനതകളെ കരഘോഷം മുഴക്കൂ. അടുത്തത് ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കൂ. അതാണ് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞിട്ട് കൈയടിക്കണം. അതാണ് നമുക്കറിയാവുന്ന ആഹ്ലാദാരവം. അതാണ്. ഓക്കെ, എന്നാ ചെയ്താലോ? ജനതകളെ കരഘോഷം മുഴക്കുവിൻ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അപ്പൊ ഇനി ഇത്രയും ഞാൻ പറയില്ല, ഞാൻ ഇത്രേ പറയൂ. സങ്കീർത്തനങ്ങൾ 47:1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൈ അടിച്ച് ഉറക്ക ഹല്ലേലൂയ പറയണം. ഓക്കെ, സങ്കീർത്തനങ്ങൾ 47:1. വണ്ടർഫുൾ, ഹല്ലേലൂയ. അപ്പൊ 2 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്തോത്രാഴ്ച എടുത്താലോ? ഓക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. സങ്കീർത്തനങ്ങൾ 47:1. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ദൈവവചനത്തെ ഏറ്റവും ആദരവോടെ സമീപിക്കുമ്പോഴാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് കാണാൻ നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുവചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നന്മ തിന്മകൾ നിർണയിക്കപ്പെടുന്നത് ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വ്യക്തി കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുമോ ഇല്ലയോ? ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴാണ് കടന്നു വരുന്നത്? അത് ദൈവസാന്നിധ്യം കടന്നു വരുന്നതിന് 1000 പേര് വേണമെന്നില്ല, 10,000 വേണമെന്നില്ല, 50,000 വേണമെന്നില്ല. ഒറ്റ മനുഷ്യൻ, അയാൾ ദൈവം പറഞ്ഞ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തിയ തിരുവചനത്തെയോ തിരുവചന സത്യത്തെയോ വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അത് പല ഇടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഞാൻ ജീവിതം കൊണ്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒത്തിരി പേരൊന്നും വേണമെന്നില്ല, ഒരാൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രസൻസ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വചനത്തിൽ വെളിപ്പെട്ട ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം വരും. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ഒരുമിച്ച് വരുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കണം, ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ സമ്മേളനവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനവും
നമ്മുടെ കൂടിവരവുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ആൾക്കൂട്ടം ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ സമുദായത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ആദർശ രൂപത്തിൻ്റെ ഒരു ഒരുമയിൽ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, നമുക്കിടയിൽ ദൈവസാന്നിധ്യം മൂവ് ചെയ്യണം. ആ ഒറ്റ കാര്യമാണ് നമ്മുടെ വ്യത്യാസം. നമ്മൾ വരുമ്പോൾ നമ്മൾ തന്നല്ല, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളാരും മനുഷ്യരൊരുമിച്ച് കൂടുകയല്ല. മനുഷ്യരൊരുമിച്ച് കൂടുന്ന എല്ലായിടത്തും അവരുടെ ദൈവം കൂടെ ഉണ്ടാവും. ഇസ്രായേലിനെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്തുമ്പോൾ 12 ഗോത്രങ്ങളെ മരുഭൂമിയിൽ പാളയമടിക്കാനുള്ള ക്രമം ദൈവം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അങ്ങനെ പാളയമടിക്കാനുള്ള ക്രമം വിവരിക്കുമ്പോൾ വാഗ്ദാന പേടകം, സമാഗമ കൂടാരം എവിടെയാണെന്നറിയാമോ? ഇങ്ങനെ 4 ഗോത്രം മുകളിൽ, 4 ഗോത്രം വലത്ത്, ഇടത്ത്, താഴെ എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് 4 ദിക്കിൽ 4 ഗോത്രങ്ങൾ, 3 ഗോത്രങ്ങൾ വീതം. അങ്ങനെ 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങൾ ഇങ്ങനെ 4 ഭാഗത്തുമായിട്ട് പാളയമടിക്കുമ്പോൾ അവരുടെ മധ്യത്തിലാണ് സമാഗമ കൂടാരം. സമാഗമ കൂടാരത്തിൻ്റെ 4 വശങ്ങളിലാണ് ദൈവമക്കൾ പാളയമടിച്ച് മരുഭൂമിയിൽ അവരുടെ യാത്രക്കിടയിൽ താവളം ഉറപ്പിച്ചതെല്ലാം. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവം. ആ ഓർമ്മയിലാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇടയിൽ വസിച്ചു, മലയാളത്തിൽ വസിച്ചു എന്നാണ്. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് ടാബർനക്കിൾഡ് എന്നാണ്, കൂടാരമടിച്ചു എന്നാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ടാബർനക്കിൾഡ് എമംഗ് അസ്. നമുക്കിടയിൽ താവളമടിച്ചു, നമുക്കിടയിൽ തൻ്റെ കൂടാരമടിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്കിടയിൽ വന്ന് വാസമുറപ്പിക്കുന്ന ഒരു ദൈവം, നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഇടയിൽ മൂവ് ചെയ്യുന്നൊരു ദൈവം, നമുക്കിടയിൽ സഞ്ചരിക്കുന്ന അവൻ്റെ പാദപതനം, നമുക്കിടയിലൂടെ ഉലയുന്ന അവൻ്റെ വസ്ത്രവിളുമ്പ്, നമുക്കിടയിലൂടെ സഞ്ചരിക്കുന്ന അവൻ്റെ ശബ്ദം. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ഈ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്ന ദൈവം. ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബൈബിൾ ഇങ്ങനെ ആവർത്തിച്ച് ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ജീവിക്കുന്ന ദൈവം എന്നൊരു വാക്ക് ഉപയോഗിക്കും. ജീവിക്കുന്ന ദൈവം. അതിന് കാരണം അന്ന് അവർ ജീവിച്ചിരുന്ന ആ മതബോധങ്ങൾ, അവരുടെ ചുറ്റുമുണ്ടായിരുന്ന മതബോധങ്ങളിലെല്ലാം ദൈവമുണ്ട്. പക്ഷെ ആ ദൈവമൊന്നും സംസാരിക്കുന്ന ദൈവമല്ല, ഉരിയാടുന്ന ദൈവമല്ല, മിണ്ടുന്ന ദൈവമല്ല. മ്യൂട്ട് ഡം ഗോഡ്സ്. ഊമരും മൂകരും സംസാരശേഷി ഇല്ലാത്തവരുമായ വിഗ്രഹങ്ങളെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത് അവരെക്കുറിച്ചാണ്. ഒന്നും മിണ്ടാത്ത ദൈവം. അവർക്കിടയിൽ ഇസ്രായേലിന് യഹോവയായൊരു ദൈവം, സംസാരിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, മനുഷ്യനോട് ഉരിയാടുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. ഒരു നിമിഷം കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്കിടയിൽ കടന്നു വരുന്നതിനും നമുക്കിടയിലൂടെ സഞ്ചരിക്കുന്നതിനും നമുക്ക് ആരംഭത്തിൽ നമുക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. ഒത്തിരി ദാഹത്തോടെ ആഗ്രഹത്തോടെ വന്ന അങ്ങയുടെ മക്കളാണ്. ഒരുപാട് നാളത്തെ മാസങ്ങളുടെ ഒരുക്കം ഈ ശുശ്രൂഷയുടെ പുറകിലുണ്ട്. ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്, കണ്ണുനീരുണ്ട്, നിലവിളിയുണ്ട്, ത്യാഗമുണ്ട്, കഠിനാധ്വാനമുണ്ട്. രാത്രിയിലെ ജാഗരണവും പകലിൻ്റെ അധ്വാനവും ഇതിൻ്റെ പിന്നിൽ കൂട്ടിവെക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, ശക്തമായ ദൈവകൃപ വർഷിക്കണം. കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ഹൃദയം നൊന്ത് ഒരു 10 പേര് നമ്മുടെ സ്വരം കേട്ടോട്ടെ. ശക്തമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 മഹത്വം. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ,
പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്തെന്നാൽ അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല, യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും കത്തിച്ച് ചാമ്പലാക്കും. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് ഞാൻ കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. ഞാൻ അതിനു ചുറ്റും അതിന്റെ മഹത്വമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവം, സൈന്യങ്ങളുടെ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, പവർ, ഈശോയേ, പവർ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വസിക്കും. ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. യുവാക്കളിൽ ദർശനമായി, വൃദ്ധരിൽ സ്വപ്നമായി, സർവ്വലോകത്തിനും അടയാളമായി ജീവന്റെ പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ വന്ന് വ്യാപരിക്കണം. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് യുവാക്കളിൽ ദർശനമാ, വൃദ്ധരിൽ സ്വപ്നമാ. യുവാക്കളിൽ ദർശനമാ, വൃദ്ധരിൽ സ്വപ്നമാ. സർവലോകത്തിനും അടയാളമാ. സ്വർഗം തുറന്നു വരുന്നൊരാ പാറക്കലിതായേ, ആത്മാവേ നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഈശോയേ, ഈശോയേ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇരിക്കാവോ? പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ബൈബിളിൻ്റെ ആരംഭം മുതൽ കർത്താവ് എങ്ങനെയാണ് ഈ ദൈവിക രഹസ്യത്തെ വെളിപ്പെടുത്തി തന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു യാത്ര പോകുന്നത് നല്ലതാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ഈ ചിന്തകളുടെ ആധാര വചനമായി എടുക്കാം. പുറപ്പാട് പുസ്തകം 23-25. പുറപ്പാട് പുസ്തകം 23-25. നമുക്ക് ബൈബിളുള്ളവരെടുത്ത് നമുക്ക് ഒരുമിച്ച് വായിച്ചു പോവാം. പുറപ്പാട് 23-25 വായിക്കാമോ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഒന്നുകൂടെ വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ, വായിക്കുക, വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുമ്പേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയാം. പുറപ്പാട് 23-25 ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഇത് ബൈബിളിലെ ഏറ്റവും അടിസ്ഥാനപരമായ കൽപ്പനകളിൽ ഒന്നാണ്. അതായത് എല്ലാ മനുഷ്യർക്കും ബാധകമായ ബൈബിളിലെ പ്രമാണങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന ദൈവമക്കൾക്ക് നൽകുന്നത്? എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? ഇതിനെന്തെങ്കിലും ഒരു ചരിത്രപരമായ കാരണങ്ങളുണ്ടോ? എന്താണ് അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഹൃദയം? ഇത് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം. അവിടുന്ന് നമുക്ക് ചില ചിന്തകൾ ഈ ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് വിശുദ്ധ കുർബാന എന്ന പരമമായ ആരാധനയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. അപ്പോൾ അത് ചില കാര്യങ്ങൾ വായിക്കാനുണ്ട്. വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, എന്തായാലും നമ്മൾ ഇത്രയും ടൈം ആൻഡ് എനർജി, അതുപോലെ സമ്പത്ത് എല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ ഇത്രയും സമയം മാറ്റി വെക്കുമ്പോൾ നമുക്ക് ചില അടിസ്ഥാന ബോധ്യങ്ങൾ രൂപപ്പെടാൻ അത് സഹായിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇന്ന് വന്നപ്പോൾ ബൈബിൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാളെ നമുക്ക് ക്ഷമയില്ല. നാളെ ക്ഷമ കിട്ടാത്ത ദിവസമാണ്, നാളെ മറ്റന്നാൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണമെന്ന്. 2, നിങ്ങൾ നോട്ട്ബുക്കും പേനയും കൊണ്ടുവരണം. ഇത് നമുക്ക് കിട്ടുന്ന ഒരു 2 മണിക്കൂർ സമയം നമ്മൾ ചില ബോധ്യങ്ങൾ രൂപപ്പെടുത്തി പഠിച്ച് പോകാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ബൈബിളിലെ അതൊരു കരാർ, ഒരു എഗ്രിമെൻ്റ്, 2 പാർട്ടികൾ തമ്മിൽ നടത്തുന്ന ഒരു കരാറായിരുന്നു ഉടമ്പടി. ഇനി ഈ ഉടമ്പടി എന്തിനാണ്, ബൈബിളിൽ ഈ ഉടമ്പടി ആരംഭിച്ചത് എന്തിനാണ്? അല്ലെങ്കിൽ ബൈബിൾ ഉടമ്പടി സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് എന്തിൻ്റെ പേരിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അതൊന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമും അബിമലേക്കും തമ്മിലുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ഉടമ്പടിയുടെ പിന്നിലുള്ള പ്രേരണ, എന്തിനാണ് മനുഷ്യൻ ഉടമ്പടികളിൽ ഏർപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അബ്രഹാമും അബിമലേക്കും തമ്മിൽ ബൈബിളിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിലാണ്. 21 അത് നിങ്ങൾ എടുക്കണം. ഉൽപ്പത്തി 21. ഉൽപ്പത്തി 21 വാക്യം 22 മുതൽ, ഉൽപ്പത്തി 21 മുതൽ
വാക്യം 21 അധ്യായം വാക്യം 22 മുതൽ വായിക്കാമോ? അക്കാലത്ത് അബിമലേക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക. ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും നീ പെരുമാറണം. ഞാൻ ശപഥം ചെയ്യുന്നു. അബ്രാഹാം പറഞ്ഞു. ശപഥം, ഓത്ത്, ശപഥം, ഇതൊരു കവനന്റൽ ഓത്താണ്. ഇത് ഉടമ്പടിയിലെ ശപഥമാണ്. രണ്ടുപേർ തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോഴുള്ള ശപഥമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശപഥം അഥവാ ഓത്ത്. ശ്രദ്ധിക്കുക, എന്തിനാണ് അബീമേലെക്കും അബ്രഹാമും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്? അതിനൊരു കാരണമുണ്ട്. 20 അധ്യായത്തിൽ ഈ ഗരാറിൽ പോയി, ഗരാർ അതാണ് അബീമേലെക്കിന്റെ നാട്. എന്താണ് ആ പേര്? കരാറല്ല, ഗരാർ. എന്താണ്? ഗരാർ. ഗരാറാണ് അബീമേലെക്കിന്റെ നാട്. അപ്പൊ അബീമേലെക്കിന്റെ നാട്ടില് അബ്രാഹാം പോയി താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് അബ്രാഹത്തിന് ഒരു ഭയം വന്നു. ഭയം ഇതാണ്: അബ്രാഹത്തിന്റെ ഭാര്യ സാറ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് സാറായെ അബീമേലെക്ക് ഭാര്യയാക്കി മാറ്റുമോ, തന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട് അബ്രാഹാം സാറായോട് പറഞ്ഞു, അബീമേലെക്കോ അബീമേലെക്കിന്റെ ആളുകളോ ചോദിക്കുകയാണെങ്കിൽ നീ എൻ്റെ ആരാന്ന് പറയണം? പെങ്ങളാന്ന് പറയണം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, താനും ഒരു കസിൻസാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി, പെങ്ങളാന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ പെങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അബീമേലെക്ക് വിചാരിച്ചു, പെങ്ങളല്ലേ, ഭാര്യയല്ലല്ലോ, അതുകൊണ്ട് പെങ്ങളെ അടിച്ചുകൊണ്ട് പോയി. അബീമേലെക്ക് അങ്ങനെ സാറായെ അന്തപുരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അബീമേലെക്കിനെ ചില അപൂർവ പീഡകളാൽ ദൈവം പീഡിപ്പിച്ചു. പ്രവാചകന്റെ ഭാര്യയാണ് അവളെന്നും അവളെ തൊട്ടുപോകരുതെന്നും ദൈവം കൽപ്പിച്ചു. അങ്ങനെ അബീമേലെക്ക് അബ്രാഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്നോട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് നിന്റെ ഭാര്യയെ നീ പെങ്ങളാണെന്ന് പറഞ്ഞത്? അപ്പൊ അബ്രാഹാം പറഞ്ഞു, നിങ്ങൾ ദൈവഭയം തീരെ ഇല്ലാത്തൊരു നാടാണെന്ന്, നിങ്ങളുടെ നാട് ദൈവഭയം തീരെ ഇല്ലാത്തൊരു നാടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞിട്ട് അവളെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. അപ്പം അങ്ങനെ അബീമേലെക്ക് പറഞ്ഞു, ഏതായാലും നീ ഇപ്പം സത്യം പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞ് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അബീമേലെക്ക് അബ്രാഹത്തെ അയച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അബീമേലെക്കിന് തോന്നി അബ്രാഹാം തന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അബീമേലെക്കിന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ വേണ്ടി. അതപ്പോൾ അബീമേലെക്ക് പറയുന്ന വാചകം ഇതാണ്: ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ എന്നോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അബീമേലെക്കും അബ്രഹാമും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിന് പിന്നിലെ ലോജിക്ക് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ, പുരാതന കാലത്ത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഭയമാണ്. ആരും ആരെയും കൊന്നുകളയും. കായൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നോദ് ദേശത്ത് പോയി താമസിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ദൈവമേ എന്നെ കൊന്നുകളയും. ദൈവം പറയുന്നുണ്ട്, നിന്നെ കൊല്ലാതിരിക്കാൻ നിന്റെ മേൽ ഞാനൊരു മുദ്ര സ്ഥാപിക്കാം എന്ന് പറഞ്ഞാൽ, പുരാതന കാലത്ത് നീതിന്യായ വ്യവസ്ഥിതികൾ, ഗവൺമെന്റുകൾ, ഭരണകൂടം, പോലീസ് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് മനുഷ്യന് കയ്യൊക്കൊള്ളവന് ആരെയും ഉപദ്രവിക്കാം. അപ്പൊ മനുഷ്യനോട് ഏത് അതിർത്തി വരെയും ദ്രോഹം ചെയ്യാം. അപ്പൊ ഈ സാഹചര്യത്തിൽ മനുഷ്യൻ പരസ്പരം ഒരു ഉഭയബന്ധത്തിലേക്ക് കടക്കുന്നതിന്, പരസ്പരം ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന്, പരസ്പരം ഉപദ്രവിക്കാതിരിക്കുന്നതിന് അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഉടമ്പടിയിൽ ഏർപ്പെടുക. ഇത്രയും മനസ്സിലായോ? അബ്രഹാമും അബീമേലെക്കും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഇവർ തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ടാവാനാണ്. ഇനി എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, അങ്ങനെ ഉടമ്പടി വഴി അവർ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കും എന്നതായിരുന്നു ധാരണ. അപ്പോൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ, ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ തമ്മിൽ ഇനി അപരിചിതരല്ല, അന്യരല്ല, പരദേശികളല്ല, ശത്രുക്കളല്ല, പിന്നെ ആരാണ്? ബന്ധുക്കളാണ്. ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ പിന്നെ അവർ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഉടമ്പടികളിൽ ഏർപ്പെട്ടതിൻ്റെ പിന്നിലെ ചേതോവികാരം. ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ പുരാതന കാലത്ത് മനുഷ്യൻ ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ബൈബിളിലെ ഉടമ്പടികളെ കാണാൻ. ഓരോ ഉടമ്പടിയിലൂടെയും ദൈവം മനുഷ്യനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ വരുമ്പോൾ
ഓരോ ഉടമ്പടിയിലൂടെയും ദൈവത്തിൻ്റെ പിന്നിലെ, ദൈവത്തിൻ്റെ ചിന്തയിലെ, ദൈവത്തിൻ്റെ മനസ്സിലെ ധാരണ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉടമ്പടികളെ കാണേണ്ടത്. അതുകൊണ്ട് കവനന്റ് ക്രിയേറ്റഡ് കിൻഷിപ്പ്, KIN, കിങ് അല്ല, KIN, കിൻഷിപ്പ്. കവനൻസ് ക്രിയേറ്റഡ് ഫാമിലി ബോണ്ട്. കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കി, ഉടമ്പടികൾ കുടുംബങ്ങളെ ഉണ്ടാക്കി, കുടുംബ ബന്ധം ഉണ്ടാക്കി. അപ്പൊ ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിച്ചു. ബൈബിളിൽ ഇങ്ങനെ മൊത്തത്തിൽ ആകമാന ബൈബിളിൽ ഒത്തിരി ഉടമ്പടികളുണ്ട്. പ്രധാനമായും ബൈബിളിൽ 6 മേജർ കവനന്റുകളാണുള്ളത്. 6 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് ബൈബിളിന്റെ ചരിത്രം. അപ്പം മുഴുവൻ ബൈബിള് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 6 ഉടമ്പടികൾ പഠിച്ചാൽ മതി. അതാണ് ബൈബിളിന്റെ കഥ. ബൈബിൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് 6 കവനൻസ്. 6 ഉടമ്പടികൾ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് 6 ഉടമ്പടികൾ? പെട്ടെന്ന് പറയണം. നിങ്ങൾ തോമാപുരംകാർ നല്ല ബുദ്ധിയുള്ളവരാണെന്നാണ് ആരോ പറഞ്ഞു വരുന്ന വഴിക്ക്. പെട്ടെന്ന് പഠിക്കുമെന്നാണ് എൻ്റെ ധാരണ. വേഗം പഠിക്കണം. ഒന്നാമത്തെ ഉടമ്പടി ആദാമ്യ ഉടമ്പടി, ആദമിക് കവനന്റ്. ആദ്യത്തെ ഉടമ്പടിയാണ് എന്തുടമ്പടി? കേട്ടില്ല? സിസ്റ്റർമാരും ഒന്നും പറയത്തില്ല, നിങ്ങൾ പറഞ്ഞോണം കേട്ടോ. സിസ്റ്റേഴ്സാണോ പറഞ്ഞേ? ഓ, എൻ്റെ പിഴ. അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും ഉറക്കെ പറയണേ. എന്താണ് ഒന്നാമത്തെ ഉടമ്പടി? ആദാമ്യ ഉടമ്പടി, ആദമിക് കവനന്റ്. ആദാമ്യ ഉടമ്പടി ഒന്നാമത്തേത്. രണ്ടാമത്തെ ഉടമ്പടി നോഹയോട് ചെയ്ത ഉടമ്പടി, നോഹായിക്. നോഹയോട് ചെയ്ത ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി ആരോടാ? അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, മൂന്നാമത്തെ ഉടമ്പടി, ഏബ്രഹാമിക് കവനന്റ്. നാലാമത്തെ ഉടമ്പടി സീനായി ഉടമ്പടി, സീനായി ഉടമ്പടി, സിനൈറ്റിക് കവനന്റ്. അഞ്ചാമത്തെ ഉടമ്പടി ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ഡേവിഡിക് കവനന്റ്. ആറാമത്തെ ഉടമ്പടി പറ, ദിവ്യകാരുണ്യ ഉടമ്പടി, യേശുവിലൂടെ ചെയ്ത ഉടമ്പടി. 6 കവനന്റ്. പെട്ടെന്ന് പറഞ്ഞു. എന്തോ? ആദാമ്യ ഉടമ്പടി, നോഹയോട് ചെയ്ത ഉടമ്പടി, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി, സീനായി ഉടമ്പടി, എന്തോ? ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ദിവ്യകാരുണ്യ ഉടമ്പടി. എന്ന് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ.